ഗേസ് അസ്സലാമലൈക്കും. ഇന്നെല്ലാവരും നുള്ളിപ്പൊറുക്കി എങ്ങോട്ടാ പോകണമെന്നില്ലേ? ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് നമ്മൾ കോഴിക്കോട് വരെ പോകുക കേട്ടോ. എന്താ പോന്റെ ഒരു ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞിട്ടാണ് ഓനൊരു ഒരു ഭാഗത്ത് കടന്നു. എന്താ സംഭവം അറിയില്ല. നമ്മളെ കുടുംബത്തിൽ ഒരാൾക്കും കാറ് പറ്റൂല. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ ഓനൊക്കെ തട്ടിട്ട് നമ്മൾ നേരെ സ്വർണ്ണക്കടന്റെ ഉള്ളിക്കാണ് കയറിട്ടോ. തിന്നാനും കുറിച്ചാനും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ സ്വർണ്ണം കണ്ടല്ലോ, സ്വർണ്ണം കണ്ട സങ്കടമൊക്കെ പറഞ്ഞെടുക്കാൻ എന്റെ കിട്ടിയനോടെ വാങ്ങി തരുന്നില്ല. എന്നാലും പറഞ്ഞാലും പുലി ഉണ്ടാവും. അടവ് 18 പയറ്റിയെങ്കിലും അപ്പന്റെ പല്ലും ചെറിയ അല്ലാതെ വേറെ ഒന്നും കിട്ടൂല എന്ന് വെച്ച് മനസ്സിലായിട്ടോ. അതിന്റെ ഏക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയിട്ടോ ഫസലുവിന്റെ അടുത്തേക്ക്. മായി തന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ കജ്ജ് പിടിച്ചിട്ട് വെച്ചിട്ടോ. അപ്പോൾ ഓൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള സാധനം കജ്ജ് പിടിച്ച് പൂതിരോളെ ചുട്ടോ. ഞാനത് കേട്ടതും ഇല്ല മാലയും വാളിയും ഒക്കെ എടുത്ത് കൈമട്ട സ്റ്റോറി ഇട്ടിട്ടോ. അതിന്റെ വളെ പിന്നെ കജ്ജിന്റെ ചൊടക്കം നോക്കി ഞാൻ അരമണിക്കൂറാണ് നിന്ന്. അരമണിക്കൂർ നിന്നിട്ടാണോ ഇരുന്നിട്ടാന്ന് അറിയില്ല. നല്ല പൈസ അയച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാട്ടോ. ഫുഡ് നിന്ന് നമ്മൾ പിന്നെ നേരെ പോയത് കോഴിക്കോടിലെ ബീച്ചിലാട്ടോ. കോഴിക്കോട് എത്തിയിട്ട് ബീച്ചിൽ പോയിട്ടില്ലെങ്കിൽ എന്ത് സുഖം. നമ്മൾ കടലൊക്കെ കുറച്ച് നേരം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. പള്ളിയിൽ എന്തെങ്കിലും ആക്കണ്ടേ. പിന്നെ നമ്മൾ നേരെ ചായയും കടയും തിന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ കൂന്തൽ ഫ്രൈയും ഓളിക്സും ചായയും കോളിഫ്ലവറും ഒക്കെ തിന്നു. പിന്നെ ഞാൻ എന്തൊക്കെയും തലട്ട് നിൽക്കണമെന്നില്ലേ. പൈനാപ്പിൾ ഏറ്റവും വലുതെടുക്കുകയാണ്. പിന്നെ ആക്കെ തന്നെ നമ്മൾ നേരെ സ്ഥലം വിട്ടു. പിന്നെ നമ്മൾ അവിടെ നിൽക്കണമെന്നില്ലേ. നമ്മൾ കെട്ടിയോന്റെ ഒറ്റ ചങ്ങായിന്റെ കടയിട്ടത്. ഇത് വരുന്നത് അരിയക്കോടാട്ടോ. അവിടെ നിന്ന് ഷേക്കും കുടിച്ച് നമ്മൾ നേരെ കാർ കയറിട്ടോ. പിന്നെ കാർ കയറിയപ്പോൾ ഫുള്ള് കാനുകളിട്ടോ. പാടാത്തോലും പാടിയോലും ഒക്കെ പാടും. നിങ്ങളൊന്നും കണ്ടോക്കി. അപ്പൊ ഓക്കെ ബൈ.